മർക്കസ് നോളജ് സിറ്റി പരിചയപ്പെടുത്തേണ്ടതില്ല. മർക്കസിൻ്റെ ഏറ്റവും പുതിയ പ്രസ്റ്റീജിയസ് പ്രോജക്റ്റായ മർക്കസ് നോളജ് സിറ്റി ഇപ്പോൾ അതിൻ്റെ നിർമ്മാണം പുരോഗമിക്കുകയും പദ്ധതി പ്രവർത്തന പദത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയുമാണ്. ഇപ്പോൾ ലോ കോളേജ് മർക്കസ് നോളജ് സിറ്റിയിൽ ഉദ്ഘാടനം ചെയ്തു. ആദ്യത്തെ മർക്കസിൻ്റെ കീഴിൽ ആദ്യത്തെ പ്രൊഫഷണൽ കോളേജായിരുന്നു. 3-ാം വർഷത്തിലേക്ക് കടന്നു. രണ്ടാമതായി കേരളത്തിൽ ആദ്യമായി യുനാനി മെഡിക്കൽ കോളേജ്, അതും നോളജ് സിറ്റിയിൽ തന്നെ പ്രവർത്തനം ആരംഭിച്ചു. മറ്റ് പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നോളജ് സിറ്റിയുടെ മറ്റു ഭാഗങ്ങളൊക്കെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട നോളജ് സിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് കൾച്ചറൽ സെൻറ്റർ. കൾച്ചറൽ സെൻറ്ററിൻ്റെ പണി ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മിസ്റ്റർ ഹബീബ് റഹ്മാൻ, ഇവർ ടാലൻറ്റ് മാർക്ക് ഗ്രൂപ്പാണ് ഈ പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇതിൽ പറഞ്ഞില്ലേ, ടാലൻറ്റ് മാർക്ക് ഡെവലപ്പേഴ്സ്, അതിൻ്റെ MD ആണ് മിസ്റ്റർ ഷക്കീൽ, ഡയറക്ടറാണ് മിസ്റ്റർ അബ്ദുസ്സലാം സക്കാഫി. ദക്ഷിണേന്ത്യയിലെ പ്രഥമ ഇൻ്റഗ്രേറ്റഡ് ടൗൺഷിപ്പായ മർക്കസ് നോളജ് സിറ്റിയുടെ പ്രധാന ആകർഷണ കേന്ദ്രമാണ് കൾച്ചറൽ സെൻറ്റർ. രാജ്യത്തിനകത്തും പുറത്തുമുള്ള വിദ്യാർത്ഥികൾക്ക് ഗവേഷണത്തിന് സൗകര്യമൊരുക്കുന്ന റിസർച്ച് സെൻറ്റർ. മർക്കസിൻ്റെ വിദ്യാഭ്യാസപരമായ പുരോഗതിയിൽ 1985 മർക്കസ് ഹൈസ്കൂള് ആദ്യത്തെ SSLC ബാച്ചിനെ പുറത്തുവിടുകയായിരുന്നു. അന്ന് 100% വിജയം നേടി. അതോടുകൂടി കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ SSLC പാസ്സാകാം എന്നൊരു ബോധം ഉണ്ടാക്കിയത് അന്നാണ്. ആ കാലയളവിൽ 10-15% മാത്രം സ്കൂളുകളിൽ വിജയം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അതിനുശേഷം കോളേജുകളും മറ്റും ആരംഭിച്ചു. അങ്ങനെ പ്രൊഫഷണൽ കോളേജുകളിലേക്ക് എത്തി. വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും ഉയർന്ന തലമാണ് റിസർച്ച്. റിസർച്ചിന് വഴിയൊരുക്കുന്ന സാംസ്കാരിക കൈമാറ്റത്തിന് അന്താരാഷ്ട്ര തലത്തിൽ ജനങ്ങൾ തമ്മിൽ സാംസ്കാരിക കൈമാറ്റം നടത്തുന്നതിനെല്ലാം വലിയ പങ്ക് വഹിക്കുന്നതാണ് കൾച്ചറൽ സെൻറ്ററുകൾ. ലോകത്തെ തന്നെ വളരെ ശ്രദ്ധേയമായ അസർബൈജാനിലെ കൾച്ചറൽ സെൻറ്റർ, ജർമ്മനിയിലെ കൾച്ചറൽ സെൻറ്റർ, മലേഷ്യയിലെ, അതുപോലെയുള്ള എണ്ണപ്പെട്ട ഒരു കൾച്ചറൽ സെൻറ്ററുകളിലേക്ക് ഇന്ത്യയുടെ സ്ഥാനം ഉയർത്തിക്കൊണ്ടുവരാൻ മർക്കസ് നോളജ് സിറ്റിയിലെ കൾച്ചറൽ സെൻറ്ററിന് ആകും. ആ നിലക്കാണ് അതിൻ്റെ കാര്യങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇൻ്റർനാഷണൽ ഹെറിറ്റേജ് മ്യൂസിയം, റിസർച്ച് ആൻഡ് അക്കാഡമിക് ലൈബ്രറി, ഡിജിറ്റൽ സെമിനാർ ഹാൾ, ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് താമസിക്കാനുള്ള, ക്യാമ്പ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ. അതേപ്രകാരം ഈ ഒരു കൾച്ചറൽ സെൻറ്റർ കൾച്ചറൽ ടൂറിസത്തിൻ്റെ ഏറ്റവും നല്ലൊരു അട്രാക്റ്റീവ് പോയിൻ്റായിട്ടും മാറും. അറിവിൻ്റെ ലോകത്തേക്ക് വലിയൊരു കവാടം ഇന്ത്യക്ക് തുറന്നു കൊടുക്കാൻ സാധിക്കുമെന്നതാണ് നോളജ് സിറ്റിയിലെ കൾച്ചറൽ സെൻറ്ററിൻ്റെ പ്രത്യേകത. അതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട അട്രാക്റ്റീവ് പോയിൻ്റ് അതിൽ വരുന്ന ട്രഡീഷണൽ സൂക്കാണ്. പഴയകാലത്തെ മെക്കയിലും മദീനയിലും ഖുദ്സിലും അങ്ങനെയുള്ള പഴയകാലത്തെ ഹെറിറ്റേജ് കേന്ദ്രങ്ങളെല്ലാം ഉണ്ടായിരുന്ന രൂപത്തിലുള്ള ഹെറിറ്റേജ് മാർക്കറ്റ്, ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രഡീഷണൽ ആർക്കിടെക്ചറിലുള്ള സൂക്കാണ്. ഇത് ജനകീയ പങ്കാളിത്തത്തോടു കൂടിയാണ് സൂക്ക് നിർമ്മിക്കുന്നത്. ആ ഒരു ജനകീയ സംരംഭത്തിലൂടെയാണ് ഈ ഒരു പ്രൊജക്റ്റ് തന്നെ ഡെവലപ്പ് ചെയ്യുന്നത്. അൽഹംദുലില്ലാഹ് 30% അതിൻ്റെ വർക്ക് ആയിക്കഴിഞ്ഞു. 70 കോടിയോളം ചെലവ് വരുന്ന ബൃഹത്തായ പദ്ധതി. ഏറ്റവും വലിയൊരു ജനകീയ പ്രസ്ഥാനമായ മർക്കസിനെ സംബന്ധിച്ചിടത്തോളം അത് ജനങ്ങൾക്ക് നൽകുന്ന, രാജ്യത്തിനും നൽകുന്ന ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റ് കൂടിയാണ്. ഇതിൽ അക്കോമഡേഷൻ ഉണ്ട്. അപ്പോൾ 3 days 5 days ക്യാമ്പുകൾ, അതുപോലെ ചില സ്റ്റഡീസിന് ഞങ്ങൾ
കണ്ടിന്യൂസ് 1 ഇയർ കോഴ്സ്, അങ്ങനെ പലതും വരും. ഇപ്പൊ എല്ലാ വിഭാഗങ്ങൾക്കും അവിടെ വന്ന് താമസിച്ച് ഈ ക്ലാസ് നടത്താം? വിഭാഗങ്ങളില്ല. ആർക്കും വരാം. യെസ്, ഏത് മതം, എനിബഡി, ഏത് ജാതി, ഭാഷ, എല്ലാവർക്കും വരാം. ഓപ്പൺ, വിദേശത്തു നിന്നുള്ള ആളുകൾക്കും വരാം. ഏത് രാജ്യക്കാർക്കും വരാം, ഏത് ഭാഷക്കാർക്കും വരാം, എല്ലാവർക്കും. ഇൻഷാ അല്ലാഹ്. താങ്ക് യു വെരി മച്ച്.